ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂടിന്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ ആ കമൻറ്റിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പുതിയൊരു ഓപ്ഷൻസോട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിലൊന്ന് ഞെക്കി ഒന്ന് സപ്പോർട്ടോടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഋതു അതിൻ്റെ അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ പല്ലവി സേതു ഒക്കെ അവിടെ നിൽപ്പാണ്. അപ്പോൾ ഇന്ദ്രൻ അവിടെ നിന്നിട്ട് അതെ അപ്പോൾ ശരി, അപ്പോൾ എല്ലാവരോടും പോട്ടെ, നിങ്ങളെല്ലാവരുടെ ഒരു ദിവസം നേരെ ഋതുവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട്, വിവാഹം നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക്, അതായത് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് നിങ്ങളെല്ലാവരോടും വരണം എന്ന് ഇന്ദ്രൻ പറഞ്ഞു. അപ്പൊ വേഗം തന്നെ സേതു, വരാടാ, ഞങ്ങൾ വരുന്നുണ്ടടാ, ഉറപ്പായിട്ട് വരുന്നുണ്ട്, പക്ഷെ നിന്നെ നെഞ്ചത്ത് ഒരു റീത്ത് വെക്കാൻ വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞു. മറ്റൊന്നും നീ പ്രതീക്ഷിക്കണ്ട എന്നായിരുന്നു സേതുവിന്റെ വർത്തമാനം. അപ്പൊ അവനൊന്ന് ചിരിച്ചു. അതെ, നീ വരും സേതു, നീ വന്നിരിക്കും, നീ വന്ന് യാചിക്കും, നിന്റെ പെങ്ങളെ ഒന്ന് കൈയേൽക്കണമേ എന്ന് പറഞ്ഞ് യാചിക്കും. എടാ പൊന്ന് എന്ന് പറഞ്ഞു, കാണണോ നിനക്ക്? കാണാം നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ വെല്ലുവിളിച്ചിങ്ങനെ നിൽക്കണം. അത്രയ്ക്ക് ധൈര്യമുണ്ട് ഈ ഇന്ദ്രന് അവിടെ നിൽക്കാനായിട്ട്. അപ്പോൾ ശരി, ബൈ ബൈ, സി യു എന്നൊക്കെ പറഞ്ഞ് ഇവൻ വണ്ടിയിൽ കയറി നേരെ പോവാണ് കേട്ടോ. അപ്പൊ ഇവരെല്ലാവരും സ്റ്റക്കായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ പിന്നെ കാണുന്നത് ഇന്ദ്രനെയും അതുപോലെ തന്നെ രാജലക്ഷ്മിയും വിശ്വവും കൂടി നിൽക്കുകയാണ്. അപ്പൊ ഇവരോട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ് ഇന്ദ്രന്റെ അടുത്ത് നിന്നിട്ട്. എന്താണ് അമ്മ ഈ ആംഗ്യ കൊണ്ട് കാണിക്കുന്നത് വിശ്വ, നീ ഒന്ന് പറ എന്ന് വിശ്വത്തിനോട് ചോദിച്ചു. വിശ്വം പറയാണ്, ഏട്ടൻ എന്ത് പണിയാ കാണിച്ചതെന്നാ അമ്മ ചോദിച്ചത്. ഓ അതാണോ, നിനക്ക് ഈ ഭാഷ മനസ്സിലാകാൻ തുടങ്ങിയോ? പിന്നെ കുറെ ആയില്ലേ ഇത് കാണാൻ തുടങ്ങിയിട്ട്, പറയുന്ന വാക്കും കാണിക്കുന്ന ആംഗ്യവും ചേർത്ത് വെച്ച് ഊഹിച്ചാ മതി. ഓ അത് ശരി. അപ്പൊ വീണ്ടും രാജലക്ഷ്മി എന്തോ ചോദിക്കണം. ഇതെന്താണാവോ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൊ വിശ്വത്തിനോട് വീണ്ടും കാണിച്ചു കൊടുത്തു. ഏട്ടൻ എന്തുകൊണ്ട് ആ പെൺകുട്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാഞ്ഞതെന്നാ അമ്മ ചോദിച്ചത്. ഓ അതാണോ, അതിനൊക്കെ കാരണമുണ്ടമ്മേ. എന്റെ പൊന്നമ്മേ, അതിനിപ്പോ എന്താ ഒരു ത്രില്ലൊക്കെ ഉള്ളത്? അതെ, പ്രേമിച്ച് വളച്ച ഏതൊരു പെണ്ണും നമ്മുടെ കൂടെ പോരുന്നേ, അത് നിനക്കറിയാം അല്ലടാ വിശ്വ എന്ന് ചോദിച്ചു. പക്ഷേ അതിനേക്കാൾ കിക്ക് തരുന്ന മറ്റൊരു സംഗതി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് പാറു അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ പാറു അവിടെ നിന്ന് ഇതെല്ലാം ഇവര് പറയുന്നത് ഇങ്ങനെ കേൾക്കാണ് കേട്ടോ. ഇന്ദ്രജിത്തിനെ മനോരോഗിയായി ചിത്രീകരിച്ചവർ, ഈ സമൂഹത്തിന് മുൻപിൽ നാണം കെടുത്തിയവർ ആരാത്? അതാണ് സേതുവും പല്ലവിയും കുറിച്ചാ പറയുന്നതെന്ന് കേട്ടപ്പോ പാറു പതുക്കെ അവിടെ നിന്ന് ഇങ്ങനെ കേട്ടതാണ് കേട്ടോ, എന്താണെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോ അവര് തന്നെ ഇവിടെ വരണം, ഈ വീട്ടിൽ വരണം, എന്നിട്ട് തല്ലാനൊരുങ്ങിയ കൈകൊണ്ട് എന്റെ കാല് അതൊരു പിടിക്കണ്ടേ അമ്മേ, അതല്ലേ അതിന്റെ ഒരു ത്രില്ല് എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഋതുവിനെ ഏറ്റെടുക്കണം ഇന്ദ്ര എന്ന് അവരപേക്ഷിക്കണം. എന്റെ അമ്മേ, അതല്ലേ ഒരു ഹീറോയിസം. അപ്പോഴേക്ക് ഭയങ്കര സന്തോഷമായി രാജലക്ഷ്മിക്ക്. അപ്പം അല്ല, അതിന് എങ്ങനെ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. മനസ്സിലായി എങ്ങനെയെന്നല്ലേ അമ്മ ഉദ്ദേശിച്ചത്? അമ്മേ അതോ എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോ പാറു അവിടെ നിൽക്കാണ് കേട്ടോ. പാറുവിനെ കണ്ണിൽ പെട്ടു. അപ്പൊ പാറുവിന്റെ അടുത്തേക്ക് നേരെ വേഗം ഇന്ദ്രൻ വന്നു. നീ എന്താ ഇവിടെ നിന്ന് ഒളിഞ്ഞു നിന്നത് എന്ന് ചോദിച്ചു. പൂജയ്ക്കുള്ള സമയമായി, എല്ലാവരോടും വരാൻ പറയാ. ഓ അത് ശരി, അത് പറയാൻ വന്നാണോ അമ്മേ, എന്നാ വാ, പൂജയ്ക്കുള്ള സമയമായി എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെല്ലാവരെയും കൂട്ടിക്കൊണ്ട് നേരെ പൂജയ്ക്ക് ചെല്ലുകയാണ്. അപ്പം വേണ്ട ഒരു സ്വാമി അവിടെ ഇരുന്ന് ഭയങ്കര പൂജയാണ് കേട്ടോ. കണ്ടാൽ തന്നെ അറിയാം ആള് ഭയങ്കര ഉടായ്പാണെന്ന്. അപ്പൊ ഇന്ദ്രനും രാജലക്ഷ്മിയും വിശ്വവും അതെല്ലാം ചെല്ലുകയാണ്. അപ്പൊ ഇന്ദ്രൻ ചെന്ന ഉടനെ തന്നെ എടാ വൈക്ക എന്ന് വിളിക്കാണ്. അപ്പം ഇവനിങ്ങനെ നോക്കിയിട്ട് വൈക്കാന്നോ, ശ്രീ പൂജ കഴിയുന്നത് വരെ കോൾ മീ സ്വാമി. ഓക്കെ യെസ്, എടാ സ്വാമി എന്ന് വിളിച്ചു. അതെ എന്റെ പൊന്നോ, നിങ്ങൾ എന്താ പൊട്ടനാണോ? സ്വാമിയെ ബഹുമാനിക്ക്, ഇങ്ങനെയാണോ സംസാരിക്കുക എന്ന് ചോദിച്ചു. വെറുതെ എന്റെ മുന്നിൽ വേഷം കിട്ടിയാലേ ചവിട്ടി എടുത്ത് പുറത്ത് കളയും തന്നെ ഞാൻ. മര്യാദയ്ക്ക് അമ്മയുടെ കുഴപ്പങ്ങളെ മാറ്റേ. അതിനുള്ള 250 ധ്യാന മന്ത്രങ്ങൾ ഞാൻ ചൊല്ലി തീർക്കല്ലായിരുന്നോ എന്ന് ചോദിച്ചു. ശ്രീമതി രോഹിണി ഈ പീഠത്തിലേക്ക് ഇരുന്നാലും എടോ എന്താണ് ഈ പറയുന്നത്?
രോഹിണി ആരാ? എൻ്റെ അമ്മയുടെ പേര് രാജലക്ഷ്മി എന്നാ എന്ന് പറഞ്ഞു. ഓ എന്റെ പൊന്നോ, എല്ലാവരോടും ചേർന്ന് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. രാഗിണി എന്നല്ല പറഞ്ഞത്, രോഹിണി എന്നാ. അതായത് ഈ രോഗം ബാധിച്ച സ്ത്രീ ഇവിടെ വന്നിരിക്കൂ എന്ന് പറഞ്ഞു. അവസാനം ദേണ്ട ഇവിടെ പിടിച്ചിവിടെ ഇരുത്തുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു കുഞ്ഞു കുടം എടുത്തിട്ട് ഈ കുടത്തിലേക്ക് വാവാഹിച്ച് ഞാൻ ഇതിനകത്ത് കയറ്റിയിട്ട് അടച്ചിട്ട് ഒഴുക്കിക്കളയണം, മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പൊ ഭയങ്കര ഷോയൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഈ ധ്യാനിക്കുകയാണ് കേട്ടോ. അപ്പൊ രാജലക്ഷ്മി അവിടെ കയറിയിരുന്നു. എന്റെ ഈശ്വര, അതെ ശരിക്കും പറഞ്ഞ എടി നീ ഒഴിഞ്ഞു പോടാ പോടി എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് രാജലക്ഷ്മിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ദേ എടി പൊടി നിന്ന് വിളിച്ച അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ എന്ന് രാജലക്ഷ്മി പറഞ്ഞു. അല്ല നമ്മുടെ ഇന്ദ്രൻ പറഞ്ഞു. അപ്പൊ വേഗം തന്നെ അതെ എടാ മണ്ട, ഇത് നിന്റെ അമ്മയല്ല, ഇത് യക്ഷിയാ യക്ഷി, മനസ്സിലായോ? നിന്റെ അച്ചമ്മ പങ്കജാക്ഷി അമ്മ, മനസ്സിലായോ എന്ന് ചോദിച്ചു. ഒഴിഞ്ഞു പോവോ നീ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ സ്വാമികൾ, നമ്മുടെ വൈക്കം സ്വാമികൾ ദേ തള്ളെ മര്യാദയ്ക്ക് ഒഴിഞ്ഞു പോവോ എന്ന് ചോദിച്ചു. അപ്പൊ രാജലക്ഷ്മി ചോദിക്കും ഞാൻ എങ്ങോട്ടാണ് എന്ന് ചോദിച്ചു. പാലയിലേക്ക്, അല്ലാതെ പിന്നെ പാലമരത്തിലേക്ക് തന്നെ ഒഴിഞ്ഞു പോവോ എന്നാ ചോദിച്ചത്. ഓഹോ അങ്ങനെയാണോ, അതിന് വഴിയുണ്ട്. അപ്പം ഇയാൾ എഴുന്നേറ്റു, കയ്യിൽ ഒരു വടിയൊക്കെ ആയിട്ട് എണീറ്റത്. അവസാനമായി ചോദിക്കുക ഒഴിഞ്ഞു പോവോ എന്ന് ചോദിച്ചു. ഒന്ന് പോടോ എന്നോ. എങ്ങോട്ടാന്നോ? അത് ഈ സ്വാമിയുടെ അടുത്തോ? അത്രയ്ക്കായോടി നീ എന്ന് ചോദിച്ചോണ്ട് രാജലക്ഷ്മി കിട്ടോ പൊതിരം തല്ല്. അപ്പൊ തല്ലല്ലേ തല്ലല്ലേന്ന് ഇന്ദ്രനും വിഷു ഒക്കെ പറയുന്നുണ്ടെങ്കിലും അമ്മ ഓടിച്ചിട്ട് തല്ലി കേട്ടോ. കലി അങ്ങ് എന്താ പറയാ, ദേഷ്യം കൊണ്ട് സഹിക്കാൻ വയ്യാതെ അവസാനം രാജലക്ഷ്മി ആ സ്വാമിയുടെ വടി അങ്ങ് വാങ്ങി അപ്പം വേണ്ട നേരെ സ്വാമിക്കിട്ട് നേരെ പൊതിര അടിക്കാൻ കേട്ടോ. അയ്യോ ഞാൻ ഒഴിഞ്ഞു പൊക്കളാവേ, എന്നെ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാർച്ചയോട് കാർച്ച. എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. തന്നെ ഞാനിത് ശരിയാക്കാം, എൻ്റെ അമ്മേ മതി അമ്മേ എന്ന് പറഞ്ഞു. ഇതേതോ കൂടിയ ബാധയാ, എന്നെ കൊണ്ടൊന്നും ഒഴിപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമി ഓടുകയാണ്. അപ്പൊ പാറു ഇത് കണ്ടിട്ട് എന്താ പാറുവിനോട് ചോദിക്കുകയാണ് എന്താ ഇതെന്ന്. ആ എന്ന് പറഞ്ഞ പാറു. എന്നിട്ട് പാറുവിന് ചിരി സഹിക്കാൻ വരണില്ല കേട്ടോ. പണി ഏറ്റു എന്താണെങ്കിലും രാജലക്ഷ്മിക്കുള്ളത് എന്ന് മനസ്സിലായി. അവ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ പല്ലവീനെയാണ്. അപ്പൊ പല്ലവി നല്ല ഉറക്കത്തിലാണ്. അപ്പൊ അവിടെ വന്ന് ശോഭ വന്നിട്ട് മോളെ എഴുന്നേറ്റേ, ദേ ഈ പാല് കുടിക്കുക. എനിക്ക് വേണ്ടമ്മേ, ഇവിടെ വെച്ചേര്, കുറച്ച് കഴിഞ്ഞ് കുടിച്ചോളാം. എഴുന്നേക്ക്. അത് പറഞ്ഞാൽ പറ്റില്ല, ചടഞ്ഞു കൂടി കിടക്കാതെ എഴുന്നേക്ക് പല്ലവി എന്ന് പറഞ്ഞു. അവസാനം പല്ലവിയെ നിർബന്ധിച്ച് എഴുന്നേപ്പിക്കുക. നീ ഇതുവരെ ഒന്നും കഴിച്ചത് പോലും ഇല്ലല്ലോ, എനിക്കൊന്നും വേണ്ടാഞ്ഞിട്ടാ. ഹ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാകുക? നീ ഇത് കുടിച്ച് ഇത് പിടിക്ക്. അമ്മ അതവിടെ വെച്ചേക്ക്, ഞാൻ പിന്നെ കുടിച്ചോളാം. ദേ നീ എന്താ ഇങ്ങനെ എന്നിങ്ങനെ ചോദിക്കാണ് ശോഭ. മോളെ കല്യാണമല്ലേ വരുന്നത്, അപ്പൊ നീ മേലിഞ്ഞ് ഉണങ്ങിയിരുന്നാൽ എങ്ങനെയാ ശരിയാകുക? അതുകൊണ്ട് നന്നായി ഇരിക്കണ്ടേ. മനസ്സ് മുഷിഞ്ഞ് ഒന്നും കഴിക്കാതെയും കുടിക്കാതെയൊക്കെ ഇരുന്ന കോലം കെട്ടു പോവും പല്ലവി. അതെ മനസ്സ് മടുത്തു പോയമ്മേ എൻ്റെ എന്ന് പറഞ്ഞു. എന്തുമാത്രം സന്തോഷിച്ചും ആഗ്രഹിച്ചും ഇരുന്നതെന്നറിയോ? പക്ഷെ അത് മുഴുവൻ നശിച്ചിപ്പിച്ച് കളഞ്ഞില്ലേ ആ ചെകുത്താൻ. ഋതുവിന് എന്ത് പറ്റിയാവോ? വിവരവും വിദ്യാഭ്യാസമുള്ള പെണ്ണല്ലേ, ആലോചിച്ചാൽ മനസ്സിലാവുന്നല്ലേ ഉള്ളൂ. എടുത്തുചാട്ടമാന്ന് ആലോചിച്ചാലല്ലേ മനസ്സിലാവൂ. പക്ഷെ പ്രേമം ആദ്യം തലച്ചോറിനെയല്ലേ ബാധിക്കാൻ, പിന്നെ കാഴ്ചയെ മറയ്ക്കും. ചിന്തിക്കാനോ കണ്ണു തുറന്ന് പ്രവർത്തിക്കാനോ ഒരിക്കലും അതിന് കഴിയില്ലമ്മേ. നീ പറഞ്ഞത് മാത്രം മനസ്സിലാക്കിയാ പോരെ അവക്ക് എന്ന് ചോദിച്ചു. കുടം കഴിമത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നത് പോലെയാ. ഏതാനും മണിക്കൂർ മാത്രം ജീവിച്ച എനിക്ക് എന്തറിയാം എന്നാണ് മറിച്ചുള്ള ചോദ്യം. അവക്ക് എന്താണെങ്കിലും പറ്റില്ലമ്മേ. അവളോടത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കഴിഞ്ഞില്ലേ. സ്വന്തം ജീവിതമാ ഉടച്ചു കളയുന്നതെന്ന് അവൾ ഓർക്കുന്നില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും കൂടെ ജീവിക്കുന്നവന്റെ സ്വഭാവവും ശീലക്കേടും ഒക്കെ വിവാഹ ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. അത് ശരിയല്ലേ മോളെ എന്ന് ചോദിക്കാണ്. അതുകൊണ്ട് എത്രയൊക്കെ പറഞ്ഞാലും അത് അവരെ ബാധിക്കും. നീ ഇപ്പോ എല്ലാം കൂടി ആലോചിച്ച് തലയ്ക്ക് വെറുതെ തീയൊന്നും പിടിപ്പിക്കണ്ട. അമ്മ ഒന്ന് ഓർത്തു നോക്കി, ഇന്ദ്രൻ ഋതുവിന്റെ ഭർത്താവായി പൊന്നും മടത്തിലേക്ക് വന്നാലുള്ളൊരു അവസ്ഥ ഒന്ന് ഓർത്ത് നോക്ക്. ആർക്കെങ്കിലും സമാധാനമായിട്ട് ആ വീട്ടിൽ ജീവിക്കാൻ പറ്റുമോ? എന്താണെങ്കിലും സേതുവോ പൂർണിമയോ ഒന്നും വിവാഹത്തിന് സമ്മതിക്കാൻ പോകുന്നില്ല. അതോർത്ത് നീ സമാധാനിക്കാൻ പറ്റില്ല.
ഇന്ദ്രൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അവൻ ഏത് മുഖേനയും നടത്തിയിരിക്കും, അതെനിക്ക് ഉറപ്പാ. അതിനു വേണ്ടി ഏതറ്റം വരെയും അവൻ മുന്നോട്ട് പോവുകയും ചെയ്യും എന്ന് പറഞ്ഞ പല്ലവി. ഋതുവും അത്ര മോശമൊന്നുമല്ല. രണ്ടുപേരോട് തുനിഞ്ഞിറങ്ങിയാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് ചിലപ്പോ വല്ല. നമുക്കതിനൊന്നും ചെയ്യാനല്ലല്ലോ, അതെന്തെങ്കിലും ആവട്ടെ എന്നങ്ങ് കരുത്, അല്ലാതെ എന്ത് എന്ന് ചോദിച്ചോ. ദേ നോക്ക്, കല്യാണം ഇങ്ങോട്ടേക്ക് അടുത്തു, എല്ലാത്തിനും നമ്മൾ തന്നെ ഓടി നടക്കണം, അത് നീ മറന്നു പോവരുത്. ദേ മറ്റാരെക്കാളും വലുത് സ്വന്തം ജീവിതം തന്നെയാ നിനക്ക്, അത് നീ ഓർത്തു വെക്കണം മോളെ എന്ന് പറഞ്ഞോണ്ട് ശോഭ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോകണം കേട്ടോ. എങ്കിലും പല്ലവിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, എന്താവും ഈ കാര്യം എന്ന് ഓർത്തിട്ടാണ് നല്ല ടെൻഷൻ. അപ്പൊ സേതുവും ഭയങ്കര ടെൻഷൻ അടിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഇനി ഋതുവിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമായി എടുക്കാന്ന് സേതുവിനും ഇതുവരെയും ആലോചിച്ചിട്ട് ഒരു എത്താൻ പിടിയും കിട്ടിയില്ല. അവൻ പറഞ്ഞ ഓരോ വാക്കുകളുമാണ് മനസ്സ് നിറച്ച്. സേതുവിന്റെ അടുത്തേക്ക് പൂർണിമാമ്മ വരുവാണ്. മോനെ സേതു, ഇത് എത്ര ഇരിപ്പാ മോനെ, ഇത് എത്ര നേരമായി, നിനക്ക് ഭക്ഷണമൊന്നും വേണ്ടേ എന്ന് ചോദിച്ചു. അതെ ഒന്നും വേണ്ടമ്മേ, ശരിക്കും പറഞ്ഞാല് എന്റെ നെഞ്ചിനകത്തിരുന്ന് ഒരു ഭാരം ഇരുന്ന് ഇങ്ങനെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുക. ഇതിപ്പോ ആരും മനഃപൂർവ്വം ചെയ്തൊന്നും അല്ലല്ലോ, അവളെ അറിയാതെ ആ അബദ്ധത്തിൽ ചെന്ന് ചാടിപ്പോയി എന്നുള്ളതല്ലേ സത്യം. എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടോ പക്ഷെ ആലോചിക്കാനോ സ്വയം തിരുത്താനോ അവൾ തയ്യാറാവുന്നുണ്ടോമേ, അതാ എനിക്ക് ഏറ്റവും വലിയ സങ്കടം. അവൻ വന്ന് വിളിച്ചപ്പോ ആരെയും വകവയ്ക്കാതെ അവള് ഇറങ്ങി പോവുകയും ചെയ്തില്ലേ, അത് ഓർക്കുമ്പോഴാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞു. പോയില്ലല്ലോ, അങ്ങനെ ഓർത്ത് നീ സമാധാനിക്ക്. അവന് നേർബുദ്ധി തോന്നി കൂടെ കൊണ്ടുപോകാതെ ഇരുന്നല്ലോ, അങ്ങനെ നീ ഒന്ന് വിചാരിച്ചു നോക്കിക്കേ എന്ന് പറഞ്ഞു. അത് നേർബുദ്ധിയൊന്നും അല്ലെന്റെ അമ്മേ, അവന്റെ ലക്ഷ്യം മറ്റെന്തോ ആണ്. അത് എല്ലാവരും ചേർന്ന് ഋതുവിന്റെ അവന്റെ കയ്യിൽ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞതിനുള്ള കാരണം അത് തന്നെയാണ് എന്ന് പറഞ്ഞു. പക്ഷെ അതാണ് എത്ര ആലോചിച്ചിട്ടും സേതുവിന് മനസ്സിലാവാത്തൊരു കാര്യം. അല്ല മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് എങ്കിൽ അതെന്തായിരിക്കും മോനെ എന്ന് ചോദിച്ചു. നമുക്ക് അതൊന്നും ഊഹിക്കാൻ പോലും ചിലപ്പോ കഴിഞ്ഞൊന്നുമല്ല. ചിലപ്പോ ശരിക്കും പറഞ്ഞാല് അവന് എങ്ങനത്തെ കഴുകന്റെ ബുദ്ധിയാ, അതിപ്പോ ഇങ്ങനെ തീർന്നു എന്നൊന്ന് സമാധാനിക്കാം. അവൻ തിരിച്ചു പോയല്ലോ, പക്ഷെ എനിക്കെന്തോ തീരെ സമാധാനം കിട്ടുന്നില്ല. ഋതുവിന് എല്ലാവരോടും തന്നെ ശത്രുതയായില്ലേ, ഈ കുടുംബത്തിൽ ഒരാളെ അവൻ എല്ലാവർക്കും എതിരെ തിരിച്ചു നിർത്തിയിരിക്കല്ലേ, അതൊരിക്കലും നല്ലതിന് വേണ്ടിയിട്ടായിരിക്കുമോ, അത് നാശം തന്നെയായിരിക്കും ഈ കുടുംബത്തിന് കൊണ്ടുവരിക. നീ ഒരുപാട് ആലോചിച്ച് വെറുതെ കാട് കയറി ചിന്തിക്കണ്ട, തൽക്കാലം നീ അതങ്ങ് മറന്നുകളാ, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞു പൂർണിമ. മോൻ വന്ന് ഊണി കഴിക്കുക വാ എന്ന് പറഞ്ഞു നിർബന്ധിച്ച് സേതുവിനെയും കൂട്ടി കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പൊ സ്വാതി അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുക. അല്ല അപ്പൊ വേണ്ട അതെ നീ എന്താ എന്നെ കൂടി കഴിക്കാൻ വിളിക്കാഞ്ഞത് എന്ന് ചോദിച്ചു നമ്മുടെ ഋതു വന്നത്. അപ്പൊ ഋതു വന്നപ്പോഴത്തേനും സ്വാതി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സദാസമയം മുറി അടിച്ചിരിക്കുന്നവരെ പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിച്ചാണ് സ്വാതി. ഞാനൊന്നും ചോദിച്ചില്ലേ, ആള് വേഗം ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് ഋതു. എന്നിട്ട് സ്വാതിയോട് ചോദിച്ചു എന്നെ വിളിച്ചൂടെ എന്ന് ചോദിച്ചതിനാണ് ഈ പറച്ചില്. എന്നിട്ട് ഫുഡൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെ ശരിക്കും പറഞ്ഞാൽ ഒരു ടേസ്റ്റും ഇല്ല എന്ന് വേഗം പറയാണ്. അതെ ഉപ്പും പുളിയും എല്ലാ ടേസ്റ്റും ഉണ്ട്, ചേച്ചിയുടെ നാവ് കൊണ്ടുപോയി ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്യാം. നിന്നോട് പറഞ്ഞ എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞ ഋതു ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. പക്ഷേ എങ്കിൽ ഋതു ഫുഡ് കഴിച്ചിട്ട് ഋതുവിന് ഒരു ടേസ്റ്റും ഇല്ല, എന്തോ അത് കഴിക്കാനായിട്ട് തോന്നുന്നതുമില്ല എന്നുള്ളതാണ് സത്യം. ഋതുവിനെ വിളിച്ചുകൊണ്ട് പൂർണിമാമ്മ അങ്ങോട്ടേക്ക് വന്നിട്ട് പൂർണിമാമ്മ ചോദിക്കുകയാണ്, ആഹാ തമ്പുരാട്ടി പള്ളിയേറെ തുറന്ന് എന്താ പറയാ എഴുന്നള്ളിയോ എന്ന് ചോദിച്ചു. നോക്കണ്ട, പ്രായപൂർത്തിയായ പെൺകുട്ടികളാ ഇപ്പൊ മുറി അടച്ച് എന്താ പറയാ റൂമിനകത്ത് തന്നെ ഇരിക്കുന്നത്, പൊരുന്ന കോഴി ഇരിക്കുന്നത് പോലെ, അത്ര ശരിയൊന്നും അല്ല. അപ്പൊ സേതുവിന് ഫുഡ് വിളമ്പി കൊടുക്കുന്നത് ഇങ്ങനെ നോക്കി കുറച്ചു നേരം ഋതു, എന്നിട്ട് കഴിക്കാതെ എഴുന്നേക്കണം. എന്താ നീ കഴിക്കുന്നില്ലേ, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. പിന്നെ എന്തിനാ ഇതൊക്കെ വിളമ്പി വെച്ചത്, കുറച്ച് സൗകര്യമായിട്ടിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. ഞാൻ ആ സൗകര്യക്കേടെങ്കിൽ ഞാൻ അങ്ങ് മാറി തന്നേക്കാം, നീ കഴിക്കാതിരിക്കണ്ട എന്ന് പറഞ്ഞ സേതു. നീ അവിടെ ഇരിക്ക സേതു എന്ന് പറഞ്ഞ പൂർണിമാമ. വേണ്ടമ്മേ അവള് കഴിക്കട്ടെ എന്ന് പറഞ്ഞു. എന്താ മര്യാദകേടാടി നീ കാണിക്കുന്നത്, എന്റെ ജീവിതം തകർക്കാൻ നോക്കുന്നവരുമായിട്ട് എനിക്കിനി ഒരു കോംപ്രമൈസും ഇല്ല എന്ന് ഋതു ഉടനെ. ഞാനല്ല നിന്റെ ജീവിതം തകർക്കാൻ തീരുമാനിച്ചത്, നീ സ്വയം തന്നെയാ ഋതു, അത് നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് സേതു പറയണം.
അതിനുള്ള പ്രധാന ഒരു ഗേറ്റാ ആ ഇന്ദ്രജിത്തിനെ കല്യാണം കഴിക്കാനുള്ള നിന്റെ തീരുമാനം തന്നെ നീ ഓർത്തു വെച്ചോ എന്ന് പറഞ്ഞു. എന്നിട്ട് സേതു നേരെ പതുക്കെ അങ്ങോട്ടേക്ക് വന്നു. പക്ഷേ നീ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ ആര് സമ്മതിച്ചിട്ട് അത് നടക്കും എന്ന് നീ ഒരിക്കലും വിചാരിക്കണ്ട, സ്വപ്നത്തിൽ പോലും നീ അത് വിചാരിക്കുകയും വേണ്ട എന്ന് സേതു തീർത്തു പറഞ്ഞു. അപ്പൊ ഋതുവിന് ഒന്നുകൂടി സേതുവിനോട് ദേഷ്യമാണ് തോന്നുന്നത്. കാരണം ഇവനാണ് സമ്മതിക്കാത്തത് എന്നൊരു തോന്നല് അവളുടെ ഉള്ളിൽ ഇങ്ങനെ വന്നു കിടക്കുകയാണ് കേട്ടോ. എന്നിട്ട് സേതു അങ്ങോട്ടേക്ക് പോയി. അപ്പൊ ഋതു ആണെങ്കിൽ അതിലും വലിയ കലിപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പൂർണിമേനെ ഇങ്ങനെ രൂക്ഷമായി നോക്കി. എന്നിട്ട് ഋതുവും നേരെ അകത്തേക്ക് കയറിപ്പോയി. ഇതെല്ലാം കണ്ട് സ്വാതിയും പൂർണിമാമയും ഒക്കെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്ത വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.